ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ 14 ജില്ലകളിലും 14 ബ്രാഞ്ചുകളും സർവീസ് സെന്ററുകളും പ്രവർത്തിക്കുന്ന ഒരേ ഒരു സോളാർ കമ്പനി മോസ്റ്റ് വിഷൻ ടാഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. ഞാൻ കടം മേടിച്ചും പലിശയ്ക്കെടുത്തും വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഇനി എന്തോ ചെയ്യണമെന്നറിയാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ഞാൻ. മറുപകരം ഇനി എനിക്ക് കടം വാങ്ങിച്ച് ചെയ്യാനുള്ള മാർഗമില്ലാത്തത് കൊണ്ട് ഞാനിത് ഉപേക്ഷിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. വനംവകുപ്പിലേക്ക് ഞങ്ങൾ സംഘടിച്ച് വലിയ പ്രക്ഷോഭങ്ങൾ നടത്തേണ്ട സ്ഥിതിയിലാണ്. ജീവിക്കാനുള്ള സാഹചര്യമില്ലാത്ത സ്ഥിതിയിലാണ് ഞങ്ങളിപ്പോഴുള്ളത്. ഞങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഞങ്ങൾക്ക് കൃഷിക്കാർക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കിയില്ലെങ്കിൽ യാതൊരു ബാധ്യതകളുമില്ല. ഞങ്ങൾ ഉറപ്പായിട്ടും വലിയ ജനകീയ പ്രക്ഷോഭം നേരിടേണ്ടതായിട്ട് വരുമെന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനായിട്ടുള്ളത്. അയൽവാസിയുടെ പക്കൽ നിന്നും പലിശയ്ക്ക് വാങ്ങിയ 1,00,000 രൂപ, സുഹൃത്തിന്റെ മോതിരം വാങ്ങി പണയം വെച്ചത് 30,000, ചെറുതും വലുതുമായി മറ്റു പലരോടും വാങ്ങിയ 10,000-ങ്ങൾ, ഏതാണ്ട് 1,00,000-ലധികം രൂപ ചിലവഴിച്ചുകൊണ്ടാണ് ഇളവൂർ ക്ഷേത്രത്തിന് സമീപത്തെ 1 ഏക്കറോളം ഭൂമി പാട്ടത്തിനെടുത്തുകൊണ്ട് ചെണ്ണപ്പെട്ട സ്വദേശി മധുസൂദനൻ പിള്ള മരച്ചീനി ഉൾപ്പെടെയുള്ള കൃഷി ആരംഭിച്ചത്. എന്നാൽ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ കാട്ടുപന്നിക്കൂട്ടം കൃഷി വ്യാപകമായി നശിപ്പിച്ചു. 200-ലധികം മൂട് മരച്ചീനിയാണ് പന്നിക്കൂട്ടം കുത്തിയിളക്കി നശിപ്പിച്ചത്. 2 മാസം മുമ്പും സമാനമായി കാട്ടുപന്നിയുടെ അതിക്രമം ഉണ്ടായിരുന്നു. അന്നും വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പിന്നീട് കൂലിക്കാളെ നിർത്തി ഇവിടെ തന്നെ വീണ്ടും കൃഷി ഇറക്കി. പക്ഷേ കാട്ടുപന്നി മധുസൂദനനെ വിടാതെ പിന്തുടരുകയാണ്. തുടർച്ചയായി കൃഷിനാശം വന്നതോടെ ഹൃദ്രോഗി കൂടിയായ താനിനി എന്ത് ചെയ്യുമെന്ന ആശങ്കയിലാണ് മധുസൂദനൻ പിള്ള. കടം വാങ്ങിയതും പണയം വെച്ചതും ഉൾപ്പെടെ തിരികെ നൽകണം, ഒപ്പം കുടുംബം പോറ്റുകയും വേണം. ഇവയൊക്കെ എങ്ങനെ പരിഹരിക്കുമെന്നോർത്ത് കാട്ടുപന്നിക്കൂട്ടം കുത്തിയിളക്കിയ കൃഷിയിടത്തിൽ നിസ്സഹായതയോടെ നിൽക്കുകയാണ് ഈ കർഷകൻ. ഞാൻ ഈ കൃഷിയിടം കാണുന്നത് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കള്ളക്കടം മേടിച്ചും വേറൊരു മാർഗ്ഗമില്ലാത്തതുകൊണ്ട് 3 സെൻറ്റ് വസ്തുവിൽ താമസിക്കുന്ന ഞാൻ വേറൊരു പണിക്ക് പോകാനൊക്കത്തില്ല. എനിക്ക് 3-4 പ്രാവശ്യം അറ്റാക്കൊക്കെ വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ പലിശയ്ക്കൊക്കെ എടുത്താണ് ഈ പരിപാടിക്ക്. ആദ്യം 1-2 പ്രാവശ്യം ഇതേപോലെ വന്ന് പന്നി എടുത്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചീനിക്കമ്പ് വെച്ചിട്ടുണ്ട്, ഇപ്പോൾ വെച്ചിട്ടുണ്ട്, കിളിച്ചിട്ട് പോലും ഇല്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പം മിനിഞ്ഞാന്ന് എല്ലാം കൂടെ കൂട്ടത്തോട് വന്ന് കാണിച്ചേക്കുന്നത് അതിനെ കൊണ്ട് ഒരു മാർഗ്ഗമില്ല. ലക്ഷക്കണക്കിന് രൂപ ഇത് കാട് പിടിച്ച് കിടന്ന കണ്ടം അവർക്ക് ഉടമസ്ഥൻ്റെയൊക്കെ ചെന്ന് ചോദിച്ച് അവർക്ക് 10,000 രൂപ വീതം ഒരു വർഷത്തേക്ക് കൃഷി ചെയ്യുന്നതിന് ഞാൻ പാട്ടക്കരാർ കൊടുത്ത് വാങ്ങിച്ച് കൃഷി ചെയ്യുന്ന സ്ഥലമാണിത്. എന്നെ കൊണ്ടൊരു മാർഗ്ഗമില്ല. ഇനി പകരം ഉണ്ടാക്കാനെ കൊണ്ടൊരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണ്. ഇതെന്തോ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത ഒരു രീതിയിലായിരിക്കും ഇപ്പം. അതേസമയം വന്യമൃഗശല്യം ചെറുക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ കൂടുതൽ ആളുകൾക്ക് ലൈസൻസ് നൽകണമെന്നും കേരള കർഷക ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും മീൻകുളം റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറിയുമായ മാക്സ് മിലൻ പള്ളിപ്പുറം ആവശ്യപ്പെട്ടു. അലേമൺ പഞ്ചായത്തിൽ ഒരാൾക്ക് പോലും പന്നിയെ വെടിവെച്ചു കൊല്ലാനുള്ള ലൈസൻസ് ലഭിച്ചിട്ടില്ലെന്നും ഉദ്യോഗസ്ഥരുടെ വീഴ്ചയും അലംഭാവവുമാണ് കർഷകരെ ദുരിതത്തിലാക്കുന്നതെന്നും മാക്സ് മിലൻ കൂട്ടിച്ചേർത്തു. പന്നികൾ കൂട്ടമായിട്ട് വന്നിട്ടാണ് 200-ലേറെ കപ്പവിളകൾ ഈ ഒരു പറമ്പിൽ മാത്രം നശിപ്പിച്ചിട്ടുള്ളത്. ആനക്കുളം, മീൻകുളം, ഈ അലേമൺ പഞ്ചായത്തിൽ മുഴുവനായിട്ട് വലിയ ശല്യമാണ്, അതിരൂക്ഷമായിട്ടുള്ള ശല്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളേതെങ്കിലും പരാതികളുമൊക്കെ ആയിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെല്ലുമ്പോൾ അവർ പറയുന്നത് പന്നികളെ വെടിവെക്കുവാനായിട്ട് പഞ്ചായത്തിന് അനുമതി നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് കേരളത്തിൽ മുഴുവനായിട്ട് 420 എംപാനൽ ഷൂട്ടേഴ്സ് മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായിട്ടുള്ളൂ. ഈ ലക്ഷക്കണക്കിന് പന്നികൾ വരുന്നവരെ കൊല്ലാനായിട്ട് 420 എംപാനൽ ഷൂട്ടേഴ്സിനെ കൊണ്ട് സാധിക്കുകയില്ല എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഇനി അലേമൺ പഞ്ചായത്തിൻ്റെ കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ അലേമൺ പഞ്ചായത്തിൽ നാളിതുവരെയായിട്ടും ഒരു ഷൂട്ടർ പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള കാര്യം, ഒന്ന്, ആംസ് ആക്ട് പ്രകാരം ജില്ലാ കളക്ടർമാരാണ് ഈ ആയുധത്തിനുള്ള ലൈസൻസ് നൽകേണ്ടത്. പലവിധ കാരണങ്ങളാൽ ജില്ലാ കളക്ടർമാർ ഈ ആയുധത്തിന് ലൈസൻസ് നൽകുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ലൈസൻസ് ഉള്ളവരുടെ പോലും ലൈസൻസ് തടഞ്ഞു വെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ കൃഷിക്കാർക്ക് വേണ്ടിയിട്ടും ഈ കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ വനംവകുപ്പുമായിട്ട് ചേർന്നിട്ട് ധാരാളം പദ്ധതികൾ നടത്തുന്നുണ്ടെങ്കിലും ഉദ്യോഗസ്ഥർ ആ പദ്ധതികൾ അല്ലെങ്കിൽ അതിൻ്റെ സേവനങ്ങൾക്ക് കർഷകർക്ക് നൽകുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മീൻകുളം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സജീവ് പാങ്ങലങ്കാട്ടിൽ, പൊതുപ്രവർത്തകനായ ജോസ് മണ്ണിൽ ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തിയിരുന്നു. നാട്ടുവാർത്ത, അഞ്ചൽ.